ഹായ് ഓൾ, ഇറ്റ്സ് മീ ആദർശ്. വെൽക്കം ബാക്ക് ടു മലബാർ ട്രേഡർ. അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഒരു എൻട്രി എടുക്കാൻ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. നിഫ്റ്റിയിൽ കോൾ ഓപ്ഷനിലാണ് ഈ ഒരു ഏരിയ ടാപ്പ് ചെയ്യുമ്പോൾ. അവിടെ കുറച്ചുകൂടെ താഴെ നിന്ന് പ്ലാൻ ചെയ്തൊരു എൻട്രിയാണ്. അതുകൊണ്ട് ഇവിടെ 24,600 സെലക്ട് ചെയ്ത് വെച്ചത്. പക്ഷേ അവിടെ താഴെ നിന്ന് എൻട്രി കിട്ടിയില്ല. കുറച്ചുകൂടെ മേലെ വന്നിട്ടാണ് ഇപ്പം പുതിയൊരു എൻട്രി വരുന്നത്. അതുകൊണ്ട് 24,650 സെലക്ട് ചെയ്ത് വെക്കാം, താഴെ നിന്ന് എൻട്രി കിട്ടാത്തതുകൊണ്ട്. ഇനിയിപ്പം മേലെ 24,650 ആയിരിക്കും ATM ആയിട്ടുള്ള സ്ട്രൈക്ക്. അതുകൊണ്ട് അത് സെലക്ട് ചെയ്ത് വെച്ച്. അതേപോലെ ഫോണിലും എൻട്രി എടുക്കുന്നതിൽ ഫ്ലാറ്റ് ട്രേഡിൽ 24,650 സെലക്ട് ചെയ്യാം. അതിൽ ബ്രാക്കറ്റ് ഓർഡർ, മാർക്കറ്റ് ഓർഡർ, 6 പോയിൻറ്റ് SL, 30 പോയിൻറ്റ് ടാർഗറ്റ്, 150 ക്വാണ്ടിറ്റി ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി അവിടെ ടാപ്പ് ചെയ്യുന്ന സമയത്ത് എൻട്രി എടുക്കാനുള്ളൂ, വേറെ ഒന്നും നോക്കാനൊന്നുമില്ല. അത്യാവശ്യം ലിക്വിഡിറ്റിയും കാര്യങ്ങളൊക്കെ മാർക്കറ്റ് കളക്ട് ടാപ്പ് ചെയ്തില്ല, തൊട്ടടുത്ത് എത്തിയിട്ടുള്ളൂ. ഓക്കെ, അവിടെ ടാപ്പ് ചെയ്തിട്ടുണ്ട്. നമുക്ക് എൻട്രി എടുക്കാം. ഫ്ലാറ്റ് ട്രേഡിൽ എൻട്രി എടുത്തിട്ടുണ്ട്. ഇവിടെ കാണാം ഡീറ്റെയിൽസൊക്കെ. ഓർഡറിൽ 220.45 എൻട്രി വന്നത്. 220.4. അതിൽ ടാർഗറ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 250.45, അതായത് കറക്റ്റ് 30 പോയിൻറ്റ്സിൽ തന്നെയാണ് വന്നത്. SL നോക്കുകയാണെന്നുണ്ടെങ്കിൽ SL 214.45, കറക്റ്റ് 6 പോയിൻറ്റിൽ തന്നെയാണ് SL വന്നത്. അതുകൊണ്ട് SLും ടാർഗറ്റും ഒക്കെ സെറ്റാണ്, നമുക്ക് ചേഞ്ച് ചെയ്യാനുള്ള ആവശ്യമൊന്നുമില്ല. നമുക്ക് ഇവിടെ പോയിട്ട് ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്തേക്കാം എൻട്രി, ടാർഗറ്റ്, SLൊക്കെ. 220.45 നമ്മൾ എൻട്രി, 220.45. ഓക്കെ, ഈ ഏരിയയിലാണ് നമ്മൾ എൻട്രി വന്നത്. ഇനി ടാർഗറ്റ് നോക്കുകയാണെങ്കിൽ 30 പോയിൻറ്റ്സ് പറയുമ്പോൾ ഏകദേശം ഈ ഒരു റേഞ്ചിലൊക്കെ വരും. 30 പോയിൻറ്റ്സ് 250.45, ആ ഒരു ഏരിയയിലായിരിക്കും വരിക. ഇനി SL 6 പോയിൻ്റാണ്. SL 6 പോയിൻ്റ് പറയുമ്പോൾ ഏകദേശം ഇവിടെ കയറ്റി വരും. 214.45 ആ ഒരു ഏരിയയിലാണ് SL വരിക. സോ SLും ടാർഗറ്റും ഒക്കെ സെറ്റ് വെച്ചിട്ടുണ്ട്. ഇനി പ്രത്യേകിച്ച് നോക്കാനില്ല. ഈ ട്രേഡിൽ പിന്നെ വേറെ സ്വിംഗ് ഹൈ എക്സിറ്റ് ഒന്നുമില്ല. കാരണം സ്വിംഗ് ഹൈ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ മിനിമം മാർക്കറ്റ് എവിടെയെങ്കിലും എത്തേണ്ടി വരും സ്വിംഗ് ഹൈ എത്തണമെങ്കിൽ. അപ്പോൾ അവിടെ എത്തുമ്പോഴേക്കും എന്തായാലും 30 പോയിൻ്റൊക്കെ സുഖമായിട്ട് കിട്ടും. സോ മാനുവൽ എക്സിറ്റിൻ്റെ പരിപാടി ഈ ട്രേഡിൽ ഉണ്ടാവില്ല. ഒന്നെങ്കിൽ SL അല്ലെങ്കിൽ ടാർഗറ്റ്, അതിൽ ഏതെങ്കിലും ഒന്നേ ഉണ്ടാവുള്ളൂ. ഓക്കെ, നമ്മൾ എൻട്രി കറക്റ്റ് വന്നത് ഈ ഒരു ക്യാൻഡിലിൻ്റെ ലോ ടാപ്പ് ചെയ്ത സമയത്താണ്. അതിലിപ്പോൾ ഇവിടെ ടാർഗറ്റ് വെക്കുകയാണെങ്കിൽ 114 പോയിൻ്റൊക്കെ ഉണ്ടാവും. 114 പോയിൻറ്റിന് നമുക്ക് ആവശ്യമില്ല. ഒരു 50-60 പോയിൻറ്റ് പോകുമ്പോൾ തന്നെ നമുക്ക് 30 പോയിൻറ്റ് പ്രീമിയത്തിൽ കിട്ടും. മേലേക്ക് പോവുകയാണെങ്കിൽ, ഇനി താഴേക്ക് വരികയാണെങ്കിൽ SL അടിക്കും, അതിൽ ഏതെങ്കിലും ഒന്ന് സംഭവിക്കും. എന്തായാലും സ്വിംഗ് ഹൈയിൽ എക്സിറ്റ് അടിക്കേണ്ട ഒരു സിറ്റുവേഷൻ നമുക്ക് വരില്ല. അതിന് മുന്നേ തന്നെ 30 പോയിൻറ്റ്സ് കിട്ടും. അപ്പോൾ അത്രയ്ക്കുള്ള ഈ ഫസ്റ്റത്തെ ട്രേഡ്. ഇനി ഞാൻ ഫാസ്റ്റ് ഫോർവേഡ് അടിച്ച് ബാക്കി കാണിച്ചു തരാം ഇതെന്താണെന്നുള്ളത്. ഇതിൽ ഹയർ ടൈം ഫ്രെയിം നോക്കുകയാണെന്നുണ്ടെങ്കിൽ, അതായത് മെയിൻ ലിക്വിഡിറ്റി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് ലിക്വിഡിറ്റി ഏരിയാസ് ഒന്ന് ടാപ്പ് ചെയ്തിട്ടാണ് നിൽക്കുന്നത് മാർക്കറ്റ് ഓൾറെഡി. അതുകൊണ്ടാണ് ഈ ഒരു ട്രേഡ് കൺസിഡർ ചെയ്തത്. അപ്പോൾ എന്തായാലും ഞാൻ ബാക്കി ഫാസ്റ്റ് ഫോർവേഡ് അടിച്ച് കാണിച്ചു തരാം. ഓക്കെ, ചെറിയ രീതിയിൽ പ്രോഫിറ്റിലേക്ക് വരുന്നുണ്ട്. ഓക്കെ, ആ ഒരു ട്രേഡ് ഇവിടെ SL അടിച്ചിട്ടുണ്ട്. ഇന്നത്തെ ഫസ്റ്റ് ട്രേഡാണ്. ഫസ്റ്റ് ട്രേഡ് SL അടിച്ചു. ഇതിൻ്റെ ഡീറ്റെയിൽസ് നോക്കുകയാണെങ്കിൽ ഇവിടെ കാണും 937.5 നമുക്ക് ലോസ് വന്നത്. നെക്സ്റ്റ് ഇപ്പോൾ എടുത്ത് 10:53 എടുത്ത് 58 അടിച്ച് ഒരു 5 മിനിറ്റ് ഉണ്ടായിരുന്നുള്ള ട്രേഡ്. 5 മിനിറ്റ് കൊണ്ടാണ് ഒരു 1000 രൂപ നമുക്ക് ലോസ് വന്നത്. ഇന്നത്തെ ഫസ്റ്റ് ട്രേഡാണ്. സോ അത്രയുള്ളതിൻ്റെ അത്രയുള്ളതിൻ്റെ ഡീറ്റെയിൽസ്. ഫസ്റ്റ് ട്രേഡ് കഴിഞ്ഞ് ഇനി നല്ലൊരു ഓപ്പർച്യൂണിറ്റി കിട്ടുകയാണെങ്കിൽ അടുത്ത ട്രേഡ് നോക്കാം. ഇനിയിപ്പോൾ ട്രേഡ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ പുതിയ ലിക്വിഡിറ്റി ഏരിയ വല്ലതും ടാപ്പ് ചെയ്യേണ്ടി വരും. ഹയർ ടൈം ഫ്രെയിമിലുള്ള ലിക്വിഡിറ്റി ഏരിയ ഏതെങ്കിലും ടാപ്പ് ചെയ്യേണ്ടി വരും. മാർക്കറ്റ് അവിടെ നിന്ന് വീണ്ടും താഴേക്ക് തന്നെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. എന്തായാലും നമുക്ക് നോക്കി നോക്കാം പുതിയൊരു. ഇനിയിപ്പം നെക്സ്റ്റ് ലിക്വിഡിറ്റി ഏരിയ നോക്കുകയാണെങ്കിൽ ഇന്നത്തെ ഡേയിലോ അതിലിപ്പോൾ ട്രേഡ് എടുത്തത് ഈ ഒരു ലിക്വിഡിറ്റി ഏരിയ ടാപ്പ് ചെയ്യപ്പോഴാണ്. ഇവിടെ ടാപ്പ് ചെയ്യപ്പോൾ 1 മിനിറ്റ് നോക്കിയിട്ട് ഇവിടെ നിന്ന് ഒരു എൻട്രി ഏരിയ എടുത്താണ്. അത് SL അടിച്ച് നിർഭാഗ്യവശാൽ. ഇനി പുതിയൊരു എൻട്രി നോക്കണമെങ്കിൽ അടിയിലുള്ള ലിക്വിഡിറ്റി ഏരിയ ഇന്നത്തെ ഡേയിലോ ഒരു പ്രോപ്പർ ലിക്വിഡിറ്റി ഏരിയ അല്ല. അതിൻ്റെ മുന്നത്തെ ഇത് ഓൾറെഡി ടാപ്പ് ചെയ്തൊരു ലിക്വിഡിറ്റി ഏരിയ ആണ്. ഇനി അതിലും താഴെ നോക്കുകയാണെങ്കിൽ ഇവിടെയാണുള്ളത് 24,554.2. അവിടെ ടാപ്പ് ചെയ്താൽ ഇനി പുതിയൊരു എൻട്രി കൺസിഡർ ചെയ്യാൻ പറ്റും മേലേക്ക്. ഇപ്പം നിലവിൽ ഇനി അപ്സൈഡ് ലിക്വിഡിറ്റി ആണെങ്കിലും ഇന്നത്തെ ഡേ ഹൈ എടുക്കാൻ പറ്റില്ല. അതിലും മേലെ ഇവിടെയൊക്കെ എത്തേണ്ട ഒരു മാർക്കറ്റ്. സോ തൊട്ടടുത്തൊന്നും ലിക്വിഡിറ്റി ഏരിയാസ് ഇല്ല നിലവിൽ. ഇനി പുതിയ ലിക്വിഡിറ്റി ഏരിയ വല്ലതും ക്രിയേറ്റ് ചെയ്യേണ്ടി വരും. എന്തായാലും നോക്കട്ടെ, പുതിയ എൻട്രി വല്ലതും വരികയാണെങ്കിൽ ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. അങ്ങനെ അടുത്തൊരു ട്രേഡും കൂടെ എടുത്തിട്ടുണ്ട് നിഫ്റ്റിയിൽ. ജസ്റ്റ് ഇപ്പോൾ എടുത്തിട്ടേ ഉള്ളൂ.
അതിൻ്റെ ഡീറ്റെയിൽസ് കാണിച്ചു തരാം. ഇവിടെ ട്രേഡ് എടുത്തപ്പോഴേക്കും SL അടിച്ചു പോയി. വളരെ പെട്ടെന്നായിരുന്നു. എൻട്രി നോക്കുകയാണെങ്കിൽ 13.7 13.7 തന്നെ SL അടിച്ച് 27.38 10 സെക്കൻഡ് ഉണ്ടായിരുന്നുള്ളൂ ട്രേഡ്. ജസ്റ്റ് 10 അല്ല 11 സെക്കൻഡ് കൊണ്ട് SL അടിച്ച്. കുഴപ്പമില്ല. കഴിഞ്ഞ ഒരു 5 ദിവസമായിട്ട് കണ്ടിന്യൂസ് പ്രോഫിറ്റാണ് ഇനി ബുക്ക് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ പിന്നെ ഇടയ്ക്ക് ഒരു ദിവസം 2 SL കിട്ടണമല്ലോ, നല്ല ട്രേഡിങ് ഒരു വൈബുള്ളൂ. വളരെ പെട്ടെന്ന് SL അടിച്ചൊരു ട്രേഡാണ് ഇനി, വെറും 10 സെക്കൻഡ്. ഈ ഒരു ലിക്വിഡിറ്റിയിലെ ടാപ്പ് ചെയ്തപ്പം മേലേക്ക് ഉണ്ട്. അതിൻ്റെ കൂടെ വേറെയും ഒരു സിംഗിൾ ലോയൊക്കെ ടാപ്പ് ചെയ്തിട്ടുണ്ട്. സോ ലിക്വിഡിറ്റി അത്യാവശ്യത്തിന് നല്ലോണം കളക്ട് ചെയ്ത ഒരു ട്രേഡ് തന്നെയാണ് ഇനി. അതിനുശേഷം 1 മിനിറ്റ് നോക്കി എടുത്താണ്. ഒരു ട്രേഡ് 229.4 എൻട്രി വന്നത്. അത് മാർക്ക് ചെയ്യുകയാണെങ്കിൽ 229.4 ഈ ഒരു റേഞ്ചിലാണ് എൻട്രി വന്നത്. 6 പോയിൻറ്റ് SL താഴേക്ക് പോയി അടിക്കുകയും ചെയ്തു. ടിപ്പിലാണ് SL അടിച്ചത്. ഇനിയിപ്പോൾ താഴേക്ക് വരെ മേലേക്ക് പോകാറില്ല. എന്തായാലും നിലവിലിപ്പം എൻട്രി എടുത്ത് ഒരു ടിപ്പിലാണ് SL അടിച്ചത്. അതിനുശേഷം ആ ഒരു ഏരിയയിൽ ഇങ്ങനെ നിന്ന് തിരിഞ്ഞ് കളിക്കുന്നുണ്ട്. ഇനി മേലെ കയറുമോ താഴേക്ക് വരുമോ എന്തോന്നും അറിയില്ല. ഓക്കെ, സോ ഇന്നത്തെ രണ്ടാമത്തെ ട്രേഡും SL അടിച്ചു. ഇനി നോക്കി നോക്കാം. നല്ല എൻട്രി കിട്ടുകയാണെങ്കിൽ ഇനി എടുക്കും. നല്ല എൻട്രി കിട്ടുകയാണെങ്കിൽ മാത്രം. അതല്ലാണ്ടെങ്കിൽ നമ്മൾ കീപ്പിംഗ് കാം ആൻഡ് ക്വയറ്റായിട്ട് 3 മണി വരെ വെയിറ്റ് ചെയ്തിരിക്കും. സമയം ഇപ്പോൾ ഓൾറെഡി 1 മണി ആയിട്ടുണ്ട്. 2 മണി 3 ആകെ 2 മണിക്കൂറും കൂടെ ഉള്ളൂ. എന്തായാലും നമുക്ക് നോക്കി നോക്കാം. നല്ല എൻട്രി വരികയാണെങ്കിൽ എടുക്കാം, ഇല്ലെങ്കിൽ വെയിറ്റ് ചെയ്യാം. എന്താണെങ്കിലും ഞാൻ ബാക്കി 3 മണിക്ക് കാണുന്ന സമയത്ത് അപ്ഡേറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ വേറെ ട്രേഡും കാര്യങ്ങളൊന്നും ഇല്ല. ഇനി രാവിലെ എടുത്ത ആ 2 ട്രേഡ് തന്നെ ഉള്ളൂ. അതിൻ്റെ 2 ഡീറ്റെയിൽസ് നമ്മൾ കാണിച്ചാണ്. ഒന്നിൽ 915 ലോസ് വന്നത്, ഒന്നിൽ 937.5 ലോസ് വന്നത്. ടോട്ടൽ 1882.5 നമുക്ക് ലോസ് വന്നത്. സോ അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ രാവിലെ തന്നെ കാണിച്ചാണ്. ഒന്നും കൂടെ പറയാം. 10.53 ഫസ്റ്റ് ട്രേഡ്. രണ്ടും കോൾ ഓപ്ഷനിൽ തന്നെയാണ് ട്രേഡ്. മേലോട്ട് താഴെ ലിക്വിഡിറ്റിയെ ടാപ്പ് ചെയ്തുകൊണ്ട് മേലേക്ക് എടുത്ത ട്രേഡാണ് രണ്ടും. അതിൽ ഫസ്റ്റ് ട്രേഡ് ഒരു 5 മിനിറ്റ് കൊണ്ട് SL അടിച്ച്. രണ്ടാമത്തെ ട്രേഡ് 1.7 അത് 10 സെക്കൻഡ് ഉണ്ടായുള്ളൂ. 1.7 SL അടിച്ച്. സോ അത്രയേ ഉള്ളൂ ഇന്നത്തെ ട്രേഡിൻ്റെ ഡീറ്റെയിൽസൊക്കെ. അതിന് ശേഷം പിന്നെ വേറെ നല്ല എൻട്രി ഒന്നും കിട്ടിയില്ല. ഈ ഒരു ഏരിയയിൽ നോക്കുകയാണെങ്കിൽ ഈ ഒരു ലോവസ്റ്റ് ക്യാൻഡിൽ 5 മിനിറ്റിലുള്ള ഈ ഒരു ലോവസ്റ്റ് ക്യാൻഡിൽ 12.50 ഈ ഒരു ക്യാൻഡിൽ, ഈ ക്യാൻഡിൻ്റെ ഉള്ളിലാണ് കുറേ നേരമായിട്ട് അതിൻ്റെ ഹൈ ബ്രേക്ക് ചെയ്ത് ഈ 14.35 അപ്പോൾ അതുവരെ അതിൻ്റെ ഉള്ളിൽ തന്നെ, ഈ ഒരൊറ്റ ക്യാൻഡിൻ്റെ ഉള്ളിൽ തന്നെ നിന്ന് കളിച്ചുകൊണ്ട് കംപ്ലീറ്റ് ഇൻറ്റേർണൽ ഏരിയാസാണ്. പ്രോപ്പറായിട്ടുള്ള ലിക്വിഡിറ്റിയും കാര്യങ്ങളൊന്നും ഇല്ല. അതുകൊണ്ട് വേറെ എൻട്രിയും കാര്യങ്ങളൊന്നും ഇല്ല ഇനി. ഓക്കെ, അതിലിവിടെ ഒരു എൻട്രി ഉണ്ട്. ഇപ്പോൾ 1 സംതിങ്ങിന് നമ്മൾ രണ്ടാമത്തെ എൻട്രി വന്നത് 1.7 ഇനി. അത് ഈ ഒരു ഏരിയയിലാണ് വന്നത്. 1.7 ഏകദേശം ഈ ഒരു റേഞ്ചിലായിരിക്കും. അതെടുക്കാനുള്ള റീസൺ ഈ പ്രീവിയസ്ലിയുള്ള ഈ ഒരു ലിക്വിഡിറ്റി ടാപ്പ് ചെയ്തോണ്ടാണ്. അതിന് ശേഷം പിന്നെ പുതിയൊരു ഹയർ ടൈം ഫ്രെയിം ലിക്വിഡിറ്റി ഒന്നും ഈ ഏരിയയിൽ എവിടെയും ടാപ്പ് ചെയ്തില്ല. കംപ്ലീറ്റ് ഇൻറ്റേർണൽ ഏരിയാസാണ്. സോ വേറെ എൻട്രി കാര്യങ്ങളൊന്നുമില്ല. ഇന്ന് 2 ട്രേഡ് എടുത്തു, 2ഉം SL അടിച്ച്. സോ മെയ്യിലിപ്പോൾ നോക്കുക, അതിപ്പോൾ ജൂണാണല്ലോ. ജൂണിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ടോട്ടൽ ഇന്നലെ 2 ട്രേഡ് എടുത്ത്, ഇന്ന് 2 ട്രേഡ് എടുത്ത്, ടോട്ടൽ 4 ട്രേഡിൽ 3 SLഉം 1 ടാർഗറ്റുമാണ്. പക്ഷേ ഓവറോൾ പ്രോഫിറ്റിൽ തന്നെയാണ് നമ്മൾ. കാരണം നമ്മൾ റിസ്ക് റിവാർഡ് 1:5 ആണ്. അപ്പോൾ 5 ട്രേഡ് SL അടിച്ചാലും നമുക്ക് ഒറ്റ ട്രേഡ് ടാർഗറ്റ് അടിച്ചാൽ പ്രോഫിറ്റബിൾ ആകാൻ കഴിയും. ഓക്കെ, സോ ഇന്നത്തെ വീഡിയോ അത്രയൊക്കെ ഉള്ളൂ. ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം. ഓക്കെ, ബൈ.